നിർമ്മല സീതാരാമനെതിരെ വെല്ലുവിളിയുമായി രംഗത്തെത്തിയതോടെ പത്തിമടക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ സംസ്ഥാന സർക്കാർ. കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതോടെ ലോക്സഭാ ഇലക്ഷൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തകർന്നടിയുന്ന മട്ടാണ്. മാത്രമല്ല, പിണറായി സർക്കാരിനെ കാത്തിരിക്കുന്നതാകട്ടെ ഇതുവരെയുള്ളതിലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയും. സാമ്പത്തിക വർഷത്തെ അന്ത്യപാദത്തിൽ 1838 കോടി മാത്രമേ കടമെടുക്കാനാകൂ എന്നറിയിച്ച് കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാന സർക്കാരിന് കത്തയച്ചു. ജനുവരി മുതൽ മാർച്ച് വരെ 7000 കോടി കടമെടുക്കാമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ കണക്കുകൂട്ടൽ. 3 സാമ്പത്തിക വർഷങ്ങളിൽ കേരളത്തിന്റെ പബ്ലിക് അക്കൗണ്ടിലെ ശരാശരി തുക കണക്കാക്കി കേന്ദ്രം വായ്പാ പരിധി നിശ്ചയിച്ചതാണ് ഇതിന് കാരണം. മാർച്ചിൽ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ പദ്ധതി ചെലവിനും മറ്റുമായി വൻതുക കണ്ടെത്തേണ്ടതുണ്ട്. ഇതോടെ സാമൂഹികക്ഷേമ പെൻഷൻ അടക്കം കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി വരും. മെയ്യിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ കഴിയാത്തത് സർക്കാരിന് തിരിച്ചടിയാകും. ഇത് വോട്ടിംഗിൽ പ്രതിഫലിച്ചാൽ കേരളത്തിൽ CPM-ന് മുന്നേറ്റം അസാധ്യമാകും. നിലവിൽ ക്ഷേമ പെൻഷൻ വിഷയത്തിലും വിലക്കയറ്റത്തിലും അടക്കം സംസ്ഥാന സർക്കാർ വിമർശനം നേരിടുന്ന സാഹചര്യത്തിൽ അത്തരം വിമർശനങ്ങൾക്ക് ഒന്നുകൂടി ബലം നൽകുന്നതാകും കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം. നിലവിൽ ആകെ 3 MP-മാർ മാത്രമാണ് CPM-നുള്ളത്. അതിൽ 2 പേർ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ജയിച്ച ആരിഫ് മാത്രമാണ് ലോക്സഭാ MP. ഈ കണക്കുകളിൽ മാറ്റമുണ്ടാക്കുകയാണ് CPM ലക്ഷ്യം. അതിനുവേണ്ടി പരമാവധി സീറ്റ് കേരളത്തിൽ ജയിക്കണം. ഇത് ക്ഷേമ പ്രവർത്തനവും ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കലും എല്ലാം ഇതിന് അനിവാര്യമാണ്. റോഡ് പണിയും വോട്ടുറപ്പിക്കും. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അട്ടിമറിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനം. കേന്ദ്രത്തിൽ നിന്നും കടമെടുപ്പ് തുക വെട്ടിക്കുറച്ചതോടെ സർക്കാരിന്റെ എല്ലാ പ്ലാനുകളും തെറ്റിയിരിക്കുകയാണ്. എങ്ങനെ ഈ പ്രതിസന്ധികൾ തരണം ചെയ്യണമെന്നതിൽ ഇപ്പോഴും ഒരു തുമ്പുമില്ല. ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാതിരിക്കാനും സർക്കാർ കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരും. സർക്കാർ ജീവനക്കാരുടെ PF ഉൾപ്പെടെയാണ് പബ്ലിക് അക്കൗണ്ട്. 2020-21 12,000 കോടി, 2021-22 19,000 കോടി, 2022-23 9,600 കോടി എന്നിങ്ങനെയായിരുന്നു പബ്ലിക് അക്കൗണ്ടിലെ തുക. ഈ വർഷങ്ങളിലെ ശരാശരി കണക്കാക്കി കേരളത്തിന്റെ അക്കൗണ്ടിൽ 14,000 കോടി രൂപയുണ്ടായിരുന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. അത്രയും തുക കടമെടുപ്പ് പരിധിയിൽ കുറച്ചു. പബ്ലിക് അക്കൗണ്ടിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 9,600 കോടി പരിഗണിച്ച് നടപ്പു വർഷം 900 കോടി രൂപ വായ്പയിൽ കുറയ്ക്കുമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ കണക്കുകൂട്ടൽ. പക്ഷെ കേന്ദ്രം 5,000 കോടി രൂപ കൂടി വെട്ടി. ഈ 5,000 രൂപ കൂടി മുന്നിൽ കണ്ടാണ് 3 മാസത്തേക്ക് സംസ്ഥാന സർക്കാർ പദ്ധതികൾ കണക്കുകൂട്ടിയത്. എന്നാൽ ഇതെല്ലാം പാടെ തെറ്റി. ഇനി ഏതായാലും ലോക്സഭാ ഇലക്ഷൻ ചിന്തിക്കുന്ന അത്രയും എളുപ്പത്തിൽ കടന്നുകൂടാൻ പിണറായി സർക്കാരിന് സാധിക്കുമോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. ഇത്രയധികം പ്രാരാബ്ധങ്ങൾക്ക് പരിഹാരം കാണുക എന്നതും നിലവിൽ സംസ്ഥാനത്തിന് അത്ര കണ്ട് എളുപ്പമായിരിക്കില്ല.